നമസ്കാരം. നമുക്ക് എന്ത് കൊള്ളരുതായ്മകളും കാണിക്കാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാം, ആരെ വേണമെങ്കിലും അധിക്ഷേപിക്കാം, തല്ലാം, പരിഹസിക്കാം, അപവാദങ്ങൾ പ്രചരിപ്പിക്കാം, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൈവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്താം, പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോലും അക്രമം കാണിക്കാം, KSRTC ബസ്സിനെ നടുറോഡിൽ തടഞ്ഞിട്ട് ഡ്രൈവറെ ചീത്ത വിളിക്കാം. യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. പക്ഷേ ഒരു കാര്യം, നിങ്ങളൊരു CPM-കാരനായിരിക്കണം, അല്ലെങ്കിൽ SFI-കാരനോ DYFI-കാരനോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ അകത്തു പോകും. CPM-കാർ ഒഴികെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെന്ന് തോന്നിപ്പോകും സമീപകാലങ്ങളിലെ ചില സംഭവങ്ങൾ നോക്കിയാൽ. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിനു ശേഷം അന്തം കമ്മികൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന അഴിഞ്ഞാട്ടങ്ങൾ അസഹനീയമാണ്. എന്തെല്ലാം കുപ്രചരണങ്ങളാണ് അവർ നടത്തുന്നത്. വ്യക്തിപരമായി ഒരാളെ അധിക്ഷേപിക്കുന്നതിൽ യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്തവരാണ് സ്വയം കടന്നൽ കൂട്ടങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ചാണക പുഴുക്കൾ. സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, 2-3 ദിവസങ്ങളായി യേശു ക്രിസ്തുവിന്റെ ചിത്രം മോർഫ് ചെയ്ത് വികൃതമാക്കി പ്രചരിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ മുഖം ചേർത്തു വെച്ചാണ് ഈ വൈകൃതം കാണിച്ചിരിക്കുന്നത്. കേരളത്തിലെ എണ്ണം പറഞ്ഞ ഇടത് നിരീക്ഷകന്മാരിൽ ഒരാളാണ് റെജി ലൂക്കോസ്. ഈ റെജി ലൂക്കോസും സമൂഹ മാധ്യമത്തിൽ ക്രിസ്തുവിന്റെ വികൃതമാക്കിയ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെ പരാതിയുമായി ഇപ്പോൾ സീറോ മലബാർ സഭ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവം വിവാദമാകുകയും സംഗതി കുഴപ്പമാകുമെന്നും കണ്ടതോടെ റെജി ലൂക്കോസ് ഈ ചിത്രം പിൻവലിച്ചിരുന്നു. ക്രിസ്തുവിനെ വികൃതമായി അവതരിപ്പിച്ചത് വലിയ വേദനയുണ്ടാക്കുന്നതാണെന്നും മതപരമായ പ്രതീകങ്ങളെ വികൃതമാക്കി അവതരിപ്പിക്കുന്ന പ്രവണതയെ ശക്തമായ നിയമ നടപടികളിലൂടെ സർക്കാർ നേരിടണം എന്നുമാണ് സീറോ മലബാർ സഭ പ്രോ ലൈഫിന്റെ നിലപാട്. എന്നാൽ റെജി ലൂക്കോസ് ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. മറ്റുള്ളവരെ, അതായത് പ്രതിപക്ഷത്തുള്ളവരെ ആകട്ടെ, പാർട്ടിയെയും പിണറായിയെയും വിമർശിക്കുന്നവരെയാകട്ടെ, യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അതിക്രൂരമായാണ് ഇവർ സൈബർ ആക്രമണം നടത്തുന്നത്. വ്യക്തിപരമായ അധിക്ഷേപം മാത്രമല്ല, കിംവദന്തികൾ നിർദാക്ഷിണ്യം പടച്ചുവിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇതിലൂടെ എതിരാളിയെ മാനസികമായി തകർക്കാനും പിന്നീട് തങ്ങൾക്കെതിരെ ശബ്ദിക്കാതിരിക്കാനും മറ്റുള്ളവർക്കൊരു പാഠമാകാനുമാണ് ഇത്തരത്തിലുള്ള സൈബർ അഴിഞ്ഞാട്ടം ഇവറ്റകൾ നടത്തുന്നത്. എന്നാൽ പിണറായിയും മകളും കാണിക്കുന്ന അഴിമതികളെക്കുറിച്ച് പറഞ്ഞാലോ ഇരവാദമുയർത്തും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നൊരു പെരും നുണ പടച്ചിറക്കി കമ്മികൾ. തങ്ങളിൽപ്പെട്ടവരാണ് ഈ ദൃശ്യങ്ങൾ പടച്ചുണ്ടാക്കി പ്രചരിപ്പിച്ചതെന്ന് തെളിയിച്ചാൽ 10 ലക്ഷം രൂപ സമ്മാനം നൽകാമെന്ന മുസ്ലിം ലീഗ് വെല്ലുവിളിച്ചു. എന്തായാലും അന്വേഷണം പാതി വഴിയിൽ നിലച്ചു. അന്വേഷണം നേരായ വഴിയിൽ നടന്നിരുന്നുവെങ്കിൽ ലീഗ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ ഏതെങ്കിലും കമ്മിക്ക് തന്നെ കിട്ടുമായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. അവരുടെ നേതാക്കൾക്കെതിരെ അവർ തന്നെ ഓരോന്ന് പടച്ചുണ്ടാക്കി മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റാനുള്ള വിഫല ശ്രമം പലപ്പോഴും കമ്മിക്കൂട്ടങ്ങൾ നടത്താറുണ്ട്. അതെല്ലാം നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോകുകയാണ് പതിവ്. ഇനി രാഷ്ട്രീയ നിരീക്ഷകൻ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ എന്താണ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ? ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിനു വേണ്ടി വാദിക്കുന്നയാൾ എന്നായിരിക്കുമല്ലോ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അയാളെ ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ അനുയോജ്യം അടിമക്കമ്മി എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കുന്നതായിരിക്കും. ചാനലുകളിലെ അന്തിച്ചർച്ചയിൽ ഇത്തരം കോമാളികളെ വിളിച്ചുകൊണ്ട് വന്നിരുത്തുന്ന ചാനൽ അധികൃതർ ഇനിയെങ്കിലും ഇക്കാര്യം ശ്രദ്ധിക്കണം. അതായത് ഇവരുടെ പേരിനു താഴെ അടിമക്കമ്മി എന്ന് ടൈറ്റിൽ കൊടുക്കണം. ഏത് ലൂക്കോസ് ആയിരുന്നാലും ഗ്ലൂക്കോസ് ആയിരുന്നാലും കുറച്ചൊക്കെ മര്യാദ വേണം. ലോകത്താകമാനമുള്ള കോടിക്കണക്കിന് വിശ്വാസികൾ ആരാധിക്കുന്ന ക്രിസ്തുവിനെ ഇത്തരത്തിൽ അപമാനിച്ചവനെ നിയമപരമായി നേരിടാനോ അതോ മറ്റേതെങ്കിലും വഴി നോക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് വിശ്വാസികൾ തന്നെയാണ്. ഇനി ഒരുത്തൻ കൂടി ഇത്തരം തെമ്മാടിത്തരം ആവർത്തിക്കാൻ പാടില്ല. ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ, ഹൈന്ദവരെയും ക്രൈസ്തവരെയും നിരന്തരം അവഹേളിക്കുന്ന ഇത്തരക്കാർ ന്യൂനപക്ഷത്തെയോ അവരുടെ ദൈവത്തെയോ അവരുടെ ആചാരത്തെയോ കുറിച്ച് മിണ്ടുന്നില്ല. അതിന് കാരണം എന്താണ്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ തന്നെ അത് മനസ്സിൽ അടക്കിപ്പിടിച്ച് മിണ്ടാതിരിക്കാനേ പറ്റൂ. കാരണം എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെയുള്ള ഇടതുപക്ഷ സഹയാത്രികരുടെ മനസ്സിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ ജോസഫ് മാഷിന്റെ മുഖം ഓർമ്മ വരും. അപ്പോൾ പിന്നെ പറയാനുള്ളത് അടക്കി വെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. ഇതാണ് പറയുന്നത്, അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യില്ല എന്ന്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം, കമ്മ്യൂണിസം എന്നത് ഒരു മാനസിക രോഗമാണ്.